ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട്. അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചത്. അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ശൈഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CM വലിയുല്ലാഹിയാണ് എന്നാണ്. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും CM വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചവടക്കടിക്കൂന്നാണ് എൻ്റെ അഭിപ്രായം. CM വലിയുല്ലാഹി അത് പൊരുത്തപ്പെടില്ല. ഒരു മഹാനെ ഇകഴ്ത്തുന്നത് പൊരുത്തപ്പെടില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടതുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? അത് ബാഹ്യമായ ഭരണമാണ്. ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം, അത് നിഷേധിക്കണ്ട. പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഖവായിദുൽ അഖായിദിന്റെ തുടക്കത്തിൽ തന്നെ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ്. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്. മഹാനവറുകളും അതേപോലെ അൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന സൂഫിയാക്കളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ ഒരു ദർറത്ത്, ഒരു അണുമണിയെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല, ഒരു വ്യക്തിക്കും കഴിയില്ല. മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ് അല്ലാഹ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എല്ലാ ദിവസവും ഓതുന്നത് മഗ്രിബിന്റെയും ഉറങ്ങുന്നതിന്റെയും മുമ്പായിട്ട്. എന്റെ തുടക്കം തന്നെ അതാ, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. ഇതുറച്ച് വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ക്ലിപ്പുകൾ കേൾപ്പിച്ച് മുസ്ലിമീങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഫിത്നക്കാരുണ്ട്. അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദം സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ആ ആധികാരിക പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതേപോലെ ഞാൻ പറഞ്ഞ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, തഫ്താസാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനേകം ഇമാമിങ്ങൾ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നവരാണ്. അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചതുപോലെ ആശയം പഠിപ്പിച്ച മഹാനാണ്. അവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ ഫസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിലാഫത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിക്കുന്ന കാലത്ത് മഹാന്മാരായ സഹാബികൾ
യോജിച്ചുകൊണ്ട് പഠിപ്പിച്ച ആശയം അതാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ആ സുന്നത്ത് ജമാഅത്ത് അതിന്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. അല്ലാഹുവും റസൂലും എന്താണ് പഠിപ്പിച്ചത്? അത് എല്ലാ വിഷയവും, ഒരു പൊന്നിന്റെ മോതിരം മാത്രമല്ല, എല്ലാ വിഷയത്തിലും. അവിടെ പിന്നെ നമ്മുടെ യുക്തി കൊണ്ട് അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അവൻ യുക്തിവാദിയാണ്, അവൻ മുസ്ലിം അല്ല. സുബഹി നിസ്കാരം എന്താണ് 2 റക്അത്ത്? ദുഹർ എന്താണ് 4 റക്അത്ത്? സുബഹിക്കല്ലേ ക്ഷീണമൊന്നുമില്ലാത്ത, ദുഹർക്കല്ലേ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ച്, അപ്പോഴല്ലേ കുറച്ച് റക്അത്ത് കുറക്കേണ്ടത്? സാധാരണ ദിവസം രാത്രി എന്താണ് ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, പകല് മുഴുവൻ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് അന്ന് രാത്രി എന്താ 20 റക്അത്ത്? ഇങ്ങനെയൊന്നും ആരും ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല, അവൻ മാത്രമാണ് സർവവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ. ആ റബ്ബിന്റെ കൽപ്പനകൾ എന്താണ്, ആ റബ്ബ് പഠിപ്പിച്ചത് എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ നന്മയും വിതരണം ചെയ്യാനും അല്ലാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ്, ഒരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം അല്ലാഹു പഠിപ്പിച്ചതാണ്. മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മുഅ്മിനാകുന്നത്, മുസ്ലിമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ മുനാഫിഖാണ്, അല്ലെങ്കിൽ അവിശ്വാസിയാണ്, അവൻ മുസ്ലിം അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുക, അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ഖുർആൻ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വളരെ വ്യക്തമായ പിഴച്ചുപോയി. ആര്? അല്ലാഹുവിനും റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം എതിര് ചെയ്തിട്ടുള്ളവർ. അതിനു മുമ്പ് അല്ലാഹു പറഞ്ഞു, ഒരു മുഅ്മിനായ പുരുഷനും ഒരു മുഅ്മിനായ സ്ത്രീക്കും പറ്റുകയില്ല ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വകയിൽ അവർക്കൊരു ചോയ്സ് പിന്നെ ഇല്ല. അല്ലാഹു പറഞ്ഞത് എന്താണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ അത് ചെയ്തോളണം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു. എൻ്റെ കയ്യിൽ ഒരു ചെറിയ മോതിരം ഉണ്ട്, വെള്ളിയുടെ ഒരു മോതിരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുവിരലിന് വെള്ളിയുടെ ഒരു മോതിരം ധരിച്ചിരുന്നു. അതുകൊണ്ട് അത് സുന്നത്താണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. ചെറുവിരലിലാണ് ധരിച്ചത്, അതുകൊണ്ട് ചെറുവിരലിലാണ് സുന്നത്ത്. വേറെ വിരലുകൾക്ക് ധരിച്ചാലോ ചില ഇമാമിങ്ങൾ പറഞ്ഞു ഹറാമാണ്, വേറെ ചിലർ പറഞ്ഞു കറാഹത്താണ്. ഏതായാലും പാടില്ലാത്തതാണ്. ചെറുവിരലിനാണ് മോതിരം ധരിക്കുന്നത്. അത് വെള്ളിയുടേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത്. അതുകൊണ്ട് ചെമ്പിന്റെയോ മുക്കിന്റെയോ മറ്റു പിത്തളയുടെയോ ഒക്കെ ധരിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് നല്ലതല്ല. എന്നാൽ പൊന്നിൻ്റേത് ധരിച്ചാലോ ഇമാമിങ്ങൾ പറഞ്ഞു അത് ഹറാമാണ്. ഇത് എനിക്ക് അല്ലാഹു തആല തന്ന നിയമമാണ്, പുരുഷന്മാർക്ക് അല്ലാഹു തന്ന നിയമമാണ്. ഒരു കയ്യിൽ പൊന്നും മറ്റേ കയ്യിൽ പട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, ഇത് രണ്ടും എൻ്റെ സമുദായത്തിലുള്ള പുരുഷന്മാർക്ക് ഹറാമാണ്.
അതുകൊണ്ട് പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല, സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. ഒരു പുരുഷൻ സ്വർണ്ണാഭരണം ധരിച്ചാൽ ഹറാം. അതിന് തൂക്കം ഉണ്ടെങ്കിൽ അഥവാ അതിന് സകാത്തിന്റെ നിസാബ് കണക്ക് ഉണ്ടെങ്കിൽ അതിന് സകാത്ത് കൊടുക്കണം. അതേ സമയത്ത് എൻ്റെ ഭാര്യ സ്വർണത്തിന്റെ മോതിരം മാത്രമല്ല, വള മാത്രമല്ല, പാദസരം മാത്രമല്ല, മാല മാത്രമല്ല, കാതിലത് മാത്രമല്ല, അങ്ങനെ ഏകദേശ സ്ഥലത്തും പൊന്നിടുകയാണ്. എൻ്റെ ഭാര്യ എന്നല്ല, നിങ്ങളെ ഭാര്യ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞ എല്ലാം ഉണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കണ്ടാണ്. ഞാൻ മുന്നോട്ട് നോക്കാറുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സ്ത്രീകൾക്ക് സ്വർണം ധാരാളമായി ധരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്ത്രീകൾ ധരിക്കുന്ന ആഭരണത്തിന് സകാത്തും കൊടുക്കേണ്ടതില്ല, ജദീദായ അഭിപ്രായ പ്രകാരം. അതാണ് പ്രബലം. ധരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി, 1-2 ദിവസം ധരിച്ച് പിന്നെ അതുകൊണ്ട് ലോക്കറിൽ വെച്ച് പിന്നെ ഇപ്പം കല്യാണത്തിന് പോകുമ്പോൾ എടുത്ത് ധരിക്കും, അതും ധരിക്കുന്നത് തന്നെയാണ്, സൂക്ഷിക്കാനുള്ളതല്ല. നേരെ മറിച്ച് നല്ല ആഭരണം വാങ്ങിയിട്ട് പൊന്ന് സൂക്ഷിക്കണമെന്ന് വിചാരിച്ച് സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ആഭരണം ആയി എന്നുള്ളത് കൊണ്ട് സക്കാത്ത് ഇല്ലാതിരിക്കൂല. സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങി സൂക്ഷിച്ചതാണ്, അതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു നിയമം, പുരുഷന്മാർക്ക് വേറെ ഒരു നിയമം. സ്വർണം ധരിക്കുന്നതിൽ, വെള്ളി ധരിക്കുന്നതിലും അങ്ങനെ തന്നെയാണ്. വെള്ളി പുരുഷന്മാർ ഈ ഒരൊറ്റ മോതിരല്ലാതെ പിന്നെ ധരിക്കാൻ പാടില്ല. അത് പുരുഷന്മാർക്കും തെറ്റാണ്. ചിലർ കുറേ മോതിരം ധരിച്ച ഔലിയാവെന്ന് വിചാരിക്കുന്നവരുണ്ട്, വിവരക്കേടാണ്. അത് ഈ വ്യാജ തരീഖത്തുകാരൊക്കെ പലരും പറ്റിക്കുന്നതാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. അത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നിയമം. അത് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ മൂമിനാകുന്നത്, മുസ്ലിമാകുന്നത്. അത് തള്ളാൻ പാടില്ല. അവിടെ ഒരാൾ ചോദിക്കാണ്, എന്താ ആണുങ്ങൾക്ക് എന്താ പൊന്ന് ധരിച്ചാല് പെണ്ണുങ്ങൾക്ക് ഏത് പറ്റൂ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം പൊന്നിനെ സൃഷ്ടിച്ചവൻ പടച്ചവനാണ്. സ്വർണം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. സ്വർണം അള്ളാഹുവിൻ്റെതാണ്. തൽക്കാലം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചോളാൻ പറഞ്ഞ പടച്ചവൻ്റെതാണ് സ്വർണം. നമ്മളതിന് സ്വർണം ഉണ്ടാക്കിയിട്ടില്ല. സ്വർണം ഉണ്ടാക്കിയ അള്ളയാണ്, പഠിച്ചത് അള്ളയാണ്. വെള്ളി പഠിച്ചതും അള്ളാഹുവാണ്. എല്ലാം പഠിച്ചവൻ അള്ളാഹുവാണ്. ഖാലിഖു കുല്ലി ശൈ. ആ പടച്ചവന്റെ വസ്തുക്കൾ ആര്, എത്ര, എങ്ങനെ, എപ്പോൾ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള അധികാരം ഉടമസ്ഥനായ അള്ളാഹുവിനാണ്. എന്നാൽ ആണും പെണ്ണും അതാരും ആരെയും ബാപ്പയും ഉമ്മയും സൃഷ്ടിച്ചതല്ല. ബാപ്പാക്കും ഉമ്മാക്കും മക്കളെ സൃഷ്ടിക്കാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകളുണ്ട് ഉസ്താദേ മക്കളില്ല എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ പറയുന്നവര്. അവർക്കങ്ങ് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാൻ കഴിയൂല. അത് അള്ളാഹു തന്നെ സൃഷ്ടിക്കണം. അവർക്ക് വിവാഹം കഴിക്കുക എന്ന നിമിത്തവുമായി ബന്ധപ്പെടാൻ കഴിയും. ശേഷം അവർക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാൻ കഴിയും. അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അത് നിമിത്തമാണ്. ഒരു മകനെ സൃഷ്ടിക്കാൻ ആർക്കും കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് തീരെ മക്കളില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആൺകുട്ടികളില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പെൺകുട്ടികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ജനിച്ചു. പക്ഷേ എല്ലാ ആൺകുട്ടികളും കുട്ടിക്കാലത്ത് മരണപ്പെട്ടുപോയി. ഇവരെക്കാൾ വലിയ ആരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഒരിക്കലുമില്ല. അവർക്ക് തന്നെയും സ്വന്തത്തിൽ അധികാരമില്ല. സൃഷ്ടാവായ അള്ളാഹു നൽകുന്നത് ലഭിക്കും എന്നല്ലാതെ ആർക്കും സ്വന്തത്തിൽ ഒരു അധികാരവും ഇല്ല. ഇതാണ് സുന്നികളെ വിശ്വാസം. ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട്.
അവര് സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചത്. അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ശൈഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CM വലിയുല്ലാഹിയാണ് എന്നാണ്. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും CM വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചെവടക്കടിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. CM വലിയുല്ലാഹി അത് പൊരുത്തപ്പെടില്ല. ഒരു മഹാനെ ഇകഴ്ത്തുന്നത് പൊരുത്തപ്പെടില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടതുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? അത് ബാഹ്യമായ ഭരണമാണ്. ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം, അത് നിഷേധിക്കണ്ട. പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഖവാഇദുൽ അഖായിദിന്റെ തുടക്കത്തിൽ തന്നെ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ്. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്. മഹാനവറുകളും അതേപോലെ അൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന സൂഫിയാക്കളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ ഒരു ദർറത്ത്, ഒരു അണുമണിയെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല, ഒരു വ്യക്തിക്കും കഴിയില്ല. മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ് അല്ലാഹ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എല്ലാ ദിവസവും ഓതുന്നത് മഗ്രിബിന്റെയും ഉറങ്ങുന്നതിന്റെയും മുമ്പായിട്ട്. എന്റെ തുടക്കം തന്നെ അതാ, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. ഇതുറച്ച് വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ക്ലിപ്പുകൾ കേൾപ്പിച്ച് മുസ്ലിമീങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഫിത്നക്കാരുണ്ട്. അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദം സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ആ ആധികാരിക പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതേപോലെ ഞാൻ പറഞ്ഞ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, തഫ്താസാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനേകം ഇമാമിങ്ങൾ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നവരാണ്. അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും ആ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളും പഠിപ്പിച്ചതുപോലെ ആശയം പഠിപ്പിച്ച മഹാനാണ്. അവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ ഫസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിലാഫത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നാല് ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിക്കുന്ന കാലത്ത് മഹാന്മാരായ സഹാബികൾ യോജിച്ചുകൊണ്ട് പഠിപ്പിച്ച ആശയം അതാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ,
ആ സുന്നത്ത് ജമാഅത്ത് അതിന്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. അല്ലാഹുവും റസൂലും എന്താണ് പഠിപ്പിച്ചത്? അത് എല്ലാ വിഷയവും, ഒരു പൊന്നിന്റെ മോതിരം മാത്രമല്ല, എല്ലാ വിഷയത്തിലും. അവിടെ പിന്നെ നമ്മുടെ യുക്തി കൊണ്ട് അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അവൻ യുക്തിവാദിയാണ്, അവൻ മുസ്ലിം അല്ല. സുബഹി നിസ്കാരം എന്താണ് 2 റകഅത്ത്? ദുഹർ എന്താണ് 4 റകഅത്ത്? സുബഹിക്കല്ലേ ക്ഷീണമൊന്നുമില്ലാത്ത, ദുഹർക്കല്ലേ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ച്, അപ്പോഴല്ലേ കുറച്ച് റകഅത്ത് കുറക്കേണ്ടത്? സാധാരണ ദിവസം രാത്രി എന്താണ് ഇശാഇന്റെ ശേഷം 2 റകഅത്ത്? പകല് മുഴുവൻ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് അന്ന് രാത്രി എന്താ 20 റകഅത്ത്? ഇങ്ങനെയൊന്നും ആരും ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല, അവൻ മാത്രമാണ് സർവവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ. ആ റബ്ബിന്റെ കൽപ്പനകൾ എന്താണ്, ആ റബ്ബ് പഠിപ്പിച്ചത് എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ നന്മയും വിതരണം ചെയ്യാനും അല്ലാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ്, ഒരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം അല്ലാഹു പഠിപ്പിച്ചതാണ്. മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മുഅ്മിനാകുന്നത്, മുസ്ലിമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ മുനാഫിഖാണ്, അല്ലെങ്കിൽ അവിശ്വാസിയാണ്, അവൻ മുസ്ലിം അല്ല. അല്ലാഹുവിന്റെ പ്രസിദ്ധരായ ഔലിയാക്കൾ അവരെ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ നബി തങ്ങളോട്, ഓ നബിയെ, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അപ്പോൾ അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ഈ വീടുകളിൽ കിടക്കുന്നവരെ എന്ന് ഖബറിലുള്ളവരെ വിളിച്ച് സലാം പറയാൻ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി സ്ത്രീകൾക്കും ഖബർ സിയാറത്ത് സുന്നത്തുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസുണ്ട്, ലഅനല്ലാഹു സുഫാറാത്തിൽ ഖുബൂർ, ഖബറുകൾ അധികമായി സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. അങ്ങനെയും ഒരു ഹദീസുണ്ട്. അപ്പോൾ ഇമാമിയങ്ങൾ ആ ഹദീസുകളൊക്കെ പഠനവിധേയമാക്കി. എന്നിട്ട് ഇമാമിയങ്ങൾ പറഞ്ഞു, സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല. ബാപ്പ ഉമ്മ, സാധാരണക്കാരായ ബാപ്പ ഉമ്മ, അവരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല. ഒന്നുകിൽ കറാഹത്ത്, ചിലർ ഹറാം എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് എല്ലാവർക്കും സിയാറത്ത് ചെയ്യൽ വലിയ പുണ്യമാണ്.